ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ലോകത്താമുകളിൽ ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ലോകത്താമുകളിൽ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സദജേ ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സദജേ. കർത്താവിന്റെ പൊതുനാമം മഹത്വപ്പെടട്ടെ. ഒരു വിശുദ്ധ ദിവസം കൂടെ ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഭാഗ്യം നൽകിയല്ലോ. കടന്നിരിക്കുന്ന സകലരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് ധ്യാനിപ്പാൻ 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 17-ാമത് വാക്യം വായിക്കും. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിന്റെ 17-ാമത് വാക്യം. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ നല്ല വിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലത്തിനായിട്ട് സ്തോത്രം. ക്രിസ്തുവിന്റെ ഉയർപ്പാണ് എന്നെ ബലപ്പെടുത്തിയത്. ക്രിസ്തു ഉയർത്തതുകൊണ്ട് എനിക്ക് ഒരു ഉയർപ്പുണ്ടെന്ന് വിശ്വസിക്കുവാൻ കർത്താവ് അങ്ങ് കൃപ ചെയ്തു. അടികളോട് ഹൃദ്യമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തു. ഞങ്ങൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ഭാരപ്പെടുന്നവരായിട്ടല്ല, എനിക്കൊരു ഉയർപ്പ് ദൈവം വച്ചിട്ടുണ്ട്. കർത്താവ് ഉയർത്തതുപോലെ എനിക്കൊരു ഉയർപ്പുണ്ടെന്നുള്ള തിരിച്ചറിവ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ നൽകുവാൻ സഹായിക്കുക. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കഴിഞ്ഞ 2 ആഴ്ചകൾ നമ്മൾ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് ചിന്തിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ഉയർപ്പിന്റെ അനുഭവം. കർത്താവിന്റെ ഉയർപ്പാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ, വേണമെങ്കിൽ ആണിക്കല്ലെന്ന് പറയും. സംഗീതത്തിൽ നമ്മൾ കേട്ടു, രട്ട് അഴിച്ചു മാറ്റി സന്തോഷം ഉടുപ്പിക്കുന്ന അനുഭവം. രട്ടിന്റെ പുറത്തുകൂടെ സന്തോഷം ഉടുപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. രട്ടിനെ പൂർണ്ണമായി മാറ്റി ആ വേദന എടുത്തു കളഞ്ഞിട്ട് സന്തോഷം ഉടുപ്പിക്കുന്ന ഒരു അനുഭവം. അതുപോലെ കർത്താവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ആ പിതാവായ ദൈവം നമ്മെ ഒടുക്കത്തെ നാളിൽ ഉയർപ്പിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു നിർത്തിയ അവിടെയാണ്. ഒടുക്കത്തെ നാളിൽ നമ്മെ ഉയർപ്പിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച്. അതിന്റെ 13-ാമത് വാക്യം ഒന്ന് വായിക്കാം. മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. അതാണ് അഭിഷേകത്തിന്റെ വാക്കുകൾ. കൊരിന്ത് സഭ ആത്മീകമായി എല്ലാ നിലയിലും ഉയർന്ന സഭയാണ്. അതുപോലെ പാപത്തിനും കുറവില്ലാത്ത സഭയാണ് കൊരിന്ത് സഭ. ആ കൊരിന്ത് സഭയെ നോക്കി അഭിഷേകൻ പറയുകയാണ്, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. ലോകത്തിലെ മഹാന്മാരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ നാം സേവിക്കുന്ന കർത്താവിന്റെ കല്ലറ മാത്രമേ ഇന്നും തുറന്നു കിടപ്പുള്ളൂ. കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ ചിന്തിച്ചു, കർത്താവിന്റെ ദൂതൻ വിളിച്ചു പറയുന്ന വാക്കുകൾ, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ
അന്വേഷിക്കുന്നത് എന്ത്? മരിച്ചവരാണ് കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്നതോ ജീവനുള്ളവൻ അത് പുറത്തു വരുവാനിടയായിത്തീരും. ജീവനുള്ള വ്യക്തികൾ ഇരിക്കും. കുറെ മത്സ്യം പിടിച്ച് ഒരു ജാറിനകത്ത് അടച്ച് കുറഞ്ഞാൽ ചിലതൊക്കെ അത് ചാകും. ഏതാണ് ചത്തത് ഏതാണ് അറിയാൻ വേണ്ടി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് ഒഴുക്ക് വെള്ളത്തിൽ കൊണ്ട് ഒഴിക്കുമ്പോൾ ജീവനില്ലാത്തതെല്ലാം താഴേക്ക് ഒഴുകിപ്പോകും, ജീവനുള്ളത് മുകളിലേക്ക് അതേ പോകും. നമ്മുടെ അകത്ത് നിത്യജീവന്റെ വിത്ത് കർത്താവ് ഇട്ടിരിക്കുന്നതോ നമ്മെ ഒഴുക്കിക്കളയാൻ വരുന്ന പ്രതികൂലങ്ങളോട് ചേർന്ന് ഒഴുകിപ്പോകുവാനല്ല, പിന്നെയോ നമ്മെ ഒഴുക്കിക്കളയുന്ന, നമ്മെ തകർത്ത് കളയുന്ന പ്രതിസന്ധികളെ അത് അതിജീവിച്ച് മുന്നേറുവാനാണ് ഉയർപ്പിന്റെ ശക്തി നമ്മുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നത്. യേശു കർത്താവിനെ ലോകം ക്രൂശിക്കുമ്പോൾ പിശാചിന്റെ തല തകരുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കാൻ അനുവദിക്കില്ലായിരുന്നു. കർത്താവ് ക്രൂശിൽ ചെയ്തത് തന്റേതായ ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോല് കർത്താവിന്റെ കൈവശമാക്കി. പിശാചിന്റെ തലയെ തകർത്ത് അവന്റെ ആധിപത്യത്തെ ഉടച്ചു കളഞ്ഞിട്ട് കർത്താവ് അത് മുകളിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് നമ്മൾ പാട്ട് പാടാറുണ്ട്, മരണാധികാരിയായ പിശാചിനെ തകർത്ത്. മരണത്തിന്റെ അധികാരി ആയിരുന്നു പിശാച്. ഒരു സമയത്ത് അവനെ തകർത്ത് അവന്റെ ആയുധവർഗം വയ്പ്പിച്ച് അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി. അടുത്ത വാക്യം കൂടെ വായിക്കാം. നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അപ്പൊ ഞങ്ങളുടെ പ്രസംഗം മാത്രമല്ല, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. അപ്പൊ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കില്ല എങ്കിൽ നമ്മൾ ഈ ഓടിയതും അധ്വാനിച്ചതും ഒക്കെ വെറുതെയാണ്. അടുത്ത ഭാഗം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികയും ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് പറയും. അവിടെ പറയുന്നത് ദൈവം മരിച്ചവരെന്ന് ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. കർത്താവിനെ ഉയർപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കള്ളസാക്ഷികളായി മാറും. യഥാർത്ഥമായി ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ഉയർപ്പാണ് നമ്മുടെ ആണിക്കല്ല്. യേശു കർത്താവിന്റെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ഉറക്കെ പറയാൻ കഴിയണം, എന്റെ കർത്താവ് ഉയർത്തു കഴിഞ്ഞിരിക്കുക. എന്റെ യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഞാനും ഒരു നാൾ ഉയർക്കും. ആ ഒരു പ്രത്യാശയാണ് നമ്മെ പലതും സഹിപ്പാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കുന്നത്. അതിന്റെ 3-4 വാക്യങ്ങൾ കൂടെ വായിക്കാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. ഇവിടെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. നമുക്ക് വേണ്ടിയാണ് കർത്താവ് ഉയർത്തത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചത് കൊണ്ട് നമ്മുടെ പാപങ്ങളെ ചുമന്ന് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിടലുകളെ നമുക്ക് സൗഖ്യം നേടി തന്നിരിക്കുന്നു. പിന്നെയും നമ്മെ പാപത്തിൽ ആഴ്ത്തി കളയാതിരിക്കുവാൻ, പാപത്തിൽ താണുപോകാതിരിക്കുവാൻ നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതാണ് ക്രിസ്തുവിന്റെ വചനം നമ്മെ വാക്കൊന്ന് വായിക്കാം. അനന്തരം അവർ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ധാരാളം സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയും. പത്രോസിനും മറ്റെല്ലാ ശിഷ്യന്മാർക്കും പ്രത്യക്ഷനായി, 500ഓളം പേർക്ക് പ്രത്യക്ഷനായി എന്നാണ് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഉയർപ്പ്, കർത്താവിന്റെ ഉയർപ്പ് അത് പാഴ്വാക്കല്ല. യേശുക്രിസ്തുവിന്റെ ജനനം ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിക്കുവാൻ തക്കവണ്ണം ഉന്നതമായ ജനനമായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, യേശു ജനിച്ചത് രാജാവായിട്ടാണ്.
യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് അത് ഹെരോദാവിനോട് വാനശാസ്ത്രികൾ ചോദിക്കുന്നു. യേശു ജനിച്ചത് രാജാവായിട്ട് രാജാവായി ജീവിച്ചു. മരിക്കുമ്പോഴും യേശുവിന്റെ മേലെഴുത്തുണ്ടായിരുന്നു, ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന്. രാജകീയമായി ജനിച്ച് രാജകീയമായി ജീവിച്ച് രാജകീയമായി മരിച്ച ആ ക്രിസ്തുവിന്റെ ഉയർപ്പും രാജകീയമായിരുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അത് ഈ ലോകത്തിന്റെ മുദ്രകളെല്ലാം തകർത്തുകൊണ്ട് യേശുവിനെ പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ കൈമാറിട്ട് ദൈവസഭയ്ക്ക് നിങ്ങളെ ഈ ലോകം കെട്ടിയടച്ചു വച്ചിരിക്കുന്ന ചില കെട്ടുകളെ അഴിച്ച കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന് ശക്തിയുണ്ട്. ഇന്ന് പലക്കാലം അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്നത് ആരൊക്കെ നമ്മെ ഒതുക്കുവാൻ ശ്രമിച്ചാലും നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിച്ചാലും എന്റെ കർമ്മമില്ല, എന്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റവനാണ്. നാം ജയിക്കുന്നത് മരിച്ച ഒരു ദൈവത്തെ അല്ല. കർത്താവ് ചോദിക്കും, രക്ഷിപ്പാൻ കഴിയാത്തവൻ എന്റെ കൈ കുറുകി പ്രവർത്തിപ്പാൻ കഴിയുന്ന ഒരു ദൈവം സേവിക്കുന്നത്. നാം സേവിക്കുന്ന ദൈവം ലോക ചരിത്രത്തെ രണ്ടായി വിഭാഗിച്ചു എങ്കിൽ ഒരു ക്രിസ്തു വന്നു കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവന്റെ ജീവിതത്തിന്റെ അധ്യായം നമ്മൾ തുറക്കപ്പെടുക. സകല മനുഷ്യന്റെ ജീവിതത്തിൽ വന്നിരുന്നതിന് മുമ്പുള്ള കാലവും യേശുക്രിസ്തു ജീവിതത്തിൽ അവൻ കടന്നു വന്ന കാലവും തികച്ചും വ്യത്യസ്തമാണ്. കർത്താവിനെ ഒരു വസ്ത്രം പോലെ ധരിക്കുവാൻ ഒരു ദൈവപൈതലിന് തയ്യാറാണെങ്കിൽ അന്ന് മുതൽ അവന്റെ സ്ഥിതിക്ക് മാറ്റം വരും. എന്റെ അകത്ത് ബലപ്പെടുത്തുക. ഉലകത്തിൽ ആരും കൂടെയിലും വേണ്ട ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാം ഈ ലോകത്ത് യഥാർത്ഥമായി പിൻപറ്റിയാൽ ആർത്താവ് നമ്മെ വിട്ടുപോകുന്നവനല്ല. ഈ ലോകത്ത് നമ്മെ നിത്യത എന്റെ ദൈവം വിശ്വസ്തനാണ്. മാനുഷികമായ ബന്ധങ്ങൾ തകർന്നു പോകാം. ചിലപ്പോ മാതാക്കളോ ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ ഒക്കെ നമ്മളെ ഒറ്റപ്പെടുത്തിയ ലോകത്തിൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരിക്കലൊരു സംഭവം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു പിതാവ് രോഗിയായി ചില നാളുകൾ കിടന്ന് മരിച്ചു. ജീവിച്ചിരുന്നപ്പോൾ ആർക്കും ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ആ കള്ളഷാപ്പുകാർക്ക് മാത്രമേ ലാഭം ഉണ്ടായിട്ടുള്ളൂ. ആ മനുഷ്യൻ മരിച്ച് ഡെഡ് ബോഡി എടുത്തോണ്ട് പോകുന്ന ആളിന്റെ കാല് തട്ടി ഒരു ഇറക്കത്തിൽ ഈ പെട്ടി ഇങ്ങനെ ഉരുണ്ടുപോയി. താഴെ ചെന്ന മനുഷ്യൻ ജീവിച്ചു. ചില നാളുകൾ പിന്നെയും അദ്ദേഹം ജീവിച്ചു. അടുത്ത് മരിച്ച പെട്ടിയിൽ അടക്കാൻ എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, സൂക്ഷിച്ചു വേണം നടക്കാൻ. ഇനിയും ഈ മനുഷ്യന്റെ ജീവനോട് ഇത്രയൊക്കെ ഉള്ളൂ മാനുഷികമായ ബന്ധങ്ങൾ. പക്ഷെ യേശു ദൈവപുത്രനാണെന്ന് അറിഞ്ഞിട്ടും യേശുവിനെ ലോകം ക്രൂശിച്ചു. യേശുവിന് ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവിനെ ക്രൂശിച്ചു. യേശുവിനെ ക്രൂശിച്ചത് കൊണ്ട് ലോകം വിചാരിച്ചത് ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം ഇതോടെ അവസാനിച്ചു എന്ന് അല്ലേ? അലഹബാദില് ഒരു മിഷൻ സെന്റർ ഉണ്ട്, ഒരു ആലയമുണ്ട്. ആലയം അടയ്ക്കപ്പെട്ടിരിക്കുക ചില നാളുകളാണ്. കുടുംബമാണ് അവിടെ പാർട്ടി ശിശുക്കൾ, ഞങ്ങള് കുടുംബം അവിടെ പോയി ആ മിഷൻ സെന്ററിൽ പോയി താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് അടയ്ക്കപ്പെട്ടിരിക്കുക. മിഷണറിയെ അത് ഇവിടെ
യുപിയിൽ പല ആലയങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. പല ദൈവദാസന്മാരെ ഇവിടുത്തെ അധികം വിചാരിക്കുന്നത് 5, 10, 50 ദൈവദാസന്മാരെ അറസ്റ്റ് ചെയ്താൽ അത് യുപിയിലെ സുവിശേഷം അവസാനിക്കുമെന്ന്. ഇല്ല, ഒരെണ്ണത്തിന് അറസ്റ്റ് ചെയ്യുമ്പോൾ എഴുന്നേൽപ്പിക്കുക. അതാണ് ദൈവത്തിന്റെ വേല. യേശുവിനെ കൊല്ലുവാൻ നോക്കിയവരുടെ അത് തീരുമാനം പാളിപ്പോയതുപോലെ അധികാരികളുടെ തീരുമാനങ്ങളെ തകർത്ത് ഇന്ത്യ ഒരു ഉണർവിലേക്ക് ഒരു ഭാരതം വരാൻ സമയമായി. ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിച്ച, ദൈവസഭ ഒരുമിച്ച് ചുവട് കൊടുത്ത ഭാരതത്തിന്റെ ഉടനീള ആത്മാവിന്റെ തീ പുറത്തു വരട്ടെ. ആലയങ്ങൾ തുറക്കപ്പെടട്ടെ. ദൈവസഭയുടെ പ്രാർത്ഥനയ്ക്ക് കാരാഗ്രഹങ്ങൾ. ഈ സഭയെ കുറിച്ച് അഭിമാനത്തോടെ പറയാം. 24 മണിക്കൂർ പ്രാർത്ഥന നടക്കുന്ന സഭയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ തുറക്കാത്ത ഏത് കല്ലറയും തുറക്കാം. ഏത് ആലയം തുറക്കുവാൻ എന്റെ ദൈവത്തിന് അടങ്ങി കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം അടയപ്പെട്ട ആലയങ്ങൾ തുറക്കപ്പെടട്ടെ. ദൈവത്തിന്റെ ആ ദേശം വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയണം, നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് ക്രിസ്തു യേശു ഉയർത്തത് കൊണ്ടാണ്. നമ്മൾ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ തളർന്നു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. ഇന്ന് പകൽ നമ്മെ വിടുവിപ്പാൻ സ്വർഗത്തിൽ ഇറങ്ങി വരും. ഫിലിപ്പിയൻ കാരാഗൃഹത്തിൽ സുവിശേഷ നിമിത്തം അഭിഷക്തന്മാരെ ചങ്ങലക്കിട്ട് പൂട്ടുമ്പോൾ അധികാരികൾ പൊതിരെ തല്ലി ചങ്ങലക്കിട്ട് പൂട്ടുമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നത്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി അപ്പോസ്തലർ 18-ാം അധ്യായം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. 2 കൈയിലും ചങ്ങല, 2 കാലും ആമത്തിലിട്ട് പൂട്ടുകയാണ്. ആമെന്ന് പറഞ്ഞാൽ തറയിൽ നിന്ന് ഇത്രയും പൊക്കി 1.5 അടി പൊക്കത്തിൽ പലകയിൽ 2 ഹോളിടും. ഈ കാലിനെ അകത്തോട്ട് ഇട്ടിട്ട് ആ കാലിൽ ഇങ്ങനെ 2 ക്ലിപ്പുകൾ വെക്കും. തറയിലിരിക്കാനും പറ്റില്ല, കിടക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റുകയില്ല. കൈ 2 ചങ്ങലകളാണ്. അങ്ങനെ ദൈവദാസന്മാരെ ചങ്ങലയ്ക്കും കാലാമത്തിലിട്ട് പൂട്ടുമ്പോഴും അവർ തളർന്നു പോയില്ല. എന്താ? ഉയർത്ത കർത്താവിനെ കുറിച്ച് കത്തുന്ന ഒരു ദാഹം അവിടെ അകത്തുള്ളത് കൊണ്ട് ആ അവസ്ഥയിൽ അവർ പാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. സ്വർഗത്തിന് ഇറങ്ങി വന്ന കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ പിടിച്ച് എല്ലാ തടവുകാരെ സ്വതന്ത്രമാക്കി അഭിഷക്തന്മാരുടെ ചങ്ങലകൾ കഴിഞ്ഞു വീണെങ്കിൽ ദൈവസഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ട സത്യാരാധനയ്ക്കായി വേർതിരിക്കപ്പെടുവാൻ ഇടയായി തീരാ. ഇന്ന് പകൽ ഈ ദേശത്ത് പിശാചിനാൽ കെട്ടപ്പെട്ട ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ, ജീവിതങ്ങൾ സ്വതന്ത്രമാകട്ടെ. ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കിയ അത് സാക്ഷാൽ സ്വാതന്ത്ര്യമാണ്. പറയുന്നത് യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കി, പിന്നെയും നിങ്ങൾ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. നമ്മെ അടിമത്വത്തിൽ കുടുക്കുവാൻ പിശാച് പല കെണി ഒരുക്കുമ്പോൾ ദൈവമക്കൾ തിരിച്ചറിയണം, എന്റെ അകത്ത് ഉയർത്ത കർത്താവുള്ളിടത്തോളം, ഉയർത്ത കർത്താവിന്റെ കൃപ എന്റെ മേലുള്ളിടത്തോളം അത് ഞാൻ തളർന്നു പോകാൻ അനുവദിക്കയില്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നിനു പുറകെ ഒന്നുമായി വരുമ്പോൾ അത് നാം തളർന്നു പോകേണ്ടുന്നവരല്ല. നമ്മുടെ അകത്ത് കത്തുന്ന ഒരു ദാഹം ഉണ്ടാകണം, എനിക്കിതിനെ ജയിക്കാൻ കഴിയും. യെഹൂദയുടെ മകൻ കാലേബ് വിളിച്ചു പറയുന്ന ഒരു ദൂതുണ്ട്. 40-ാമത്തെ വയസ്സ് ദൈവം എന്നെ വിളിച്ചു. ഇന്ന് എനിക്ക് 85 വയസ്സുണ്ട്. 80-ാമത്തെ വയസ്സിൽ മോശ എന്നെ വിട്ടു പിരിയുമ്പോഴും ഇന്ന് ഞാൻ
20 വയസ്സിലും ഈ യോശുവയോട് പറയുന്നു, ഈ ഹെബ്രോൻ മല എനിക്കുതാ, ഞാൻ അതിനെ കീഴടക്കാം. ദൈവം എന്നെ വിളിച്ച നാളില് അതേ ആരോഗ്യം ഇന്നും എനിക്ക് ഉണ്ട്. ഒരു ദൈവപൈതന്റെ ആരോഗ്യം കുറഞ്ഞു പോകുകയല്ല. ആ ക്രിസ്തു ഉയർത്ത കർത്താവ് എന്റെ അകത്തുള്ളിടത്തോളം ഞാൻ ക്ഷീണിച്ചു പോകാൻ അനുവദിക്കയില്ല. ഈ ശരീരം മങ്കൂടാരം പറയും എനിക്ക് ക്ഷീണമുണ്ടെന്ന്, പക്ഷെ അകത്ത് കത്തുന്നൊരു ദാഹമുണ്ടെങ്കിൽ ഇനിയും കർത്താവിന് വേണ്ടി ഓടുവാൻ കഴിയും. കർത്താവിന് വേണ്ടി ഓടുവാനും അധ്വാനിപ്പാനുമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ അലസതകൾ മാറണം, ആത്മീയ അലസതകൾ മാറണം. എങ്കിലേ ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ ശക്തി നമ്മുടെ അകത്തുനിന്ന് വെളിയിൽ വരിക. ഏതൊക്കെയോ മേഖലയിൽ ആത്മീകമായി തളർത്തിക്കളഞ്ഞ, ഏതോ അടപ്പിട്ട് അടച്ചതുപോലെ അതെ അടഞ്ഞിരിക്കുന്ന ചില അടപ്പുകൾ ഇന്ന് പകൽ ഉയർത്ത കർത്താവിന്റെ ശക്തികൾ പൊട്ടി മാറപ്പെടുന്ന പകൽക്കാലമാണ്. ഓ ദൈവത്തെ വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ് കർത്താവിന് വേണ്ടി ഓടുക, കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ നാം തയ്യാറാണെങ്കിൽ ചില തീരുമാനത്തോടെ ഇന്ന് പകൽ പ്രാർത്ഥിപ്പാൻ ആര് തയ്യാറാകുന്നു അവർക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുവാൻ ശക്തനാണ്. വചനം പറയുന്നു, ക്രിസ്തു ഉയർത്തില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥം, നമ്മുടെ വിശ്വാസവും വ്യർത്ഥം. എന്റെ ജീവനും ജീവനോടെ ഇരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യാറുണ്ടോ? ഗർഭിണികളായിരിക്കുന്ന സഹോദരിമാരോട് ചോദിച്ചാൽ അവർ പറയും, ഡോക്ടർമാര് ഒരു 6 മാസം കഴിഞ്ഞാൽ പറയും ഇടയ്ക്കിടയ്ക്ക് നോക്കണം കുഞ്ഞിന് അനക്കമുണ്ടോ എന്ന്. കൊലോസ്യർ 1:27 പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. എന്റെ ഉള്ളിൽ ഇരിക്കുന്ന ക്രിസ്തു ജീവനോടെയാണോ ആയിരിക്കുന്നത്? എത്ര ഓരോ ദിവസം പ്രഭാതത്തിൽ നമ്മോട് ചോദിക്കണം, കർത്താവേ അങ്ങ് ജീവനോടെ ഇരിക്കുന്നുവോ? കർത്താവ് നിർജീവാവസ്ഥയിലാണോ? നിർജീവാവസ്ഥയിലായ ഒരു കുഞ്ഞിനെ ഒരമ്മയുടെ ഉദരത്തിനകത്തും വച്ചയ്ക്കാൻ ദൈവം അനുവദിക്കയില്ല. ഡോക്ടർമാർ പറയും അത് ഇൻഫെക്ഷൻ ആകും, വേഗം റിമൂവ് ചെയ്ത് പുറത്ത് കളയണം. ഇന്ന് നമ്മുടെ അകത്ത് നിർജീവമായി പോയ ഏതോ ആത്മീക മേഖലകളെ പരിശുദ്ധാത്മാവ് തൊട്ട് ജീവിപ്പിക്കുക. ജീവനുള്ള ക്രിസ്തുവായി എന്റെ അകത്ത് കർത്താവ് ജീവിക്കണം. നമ്മുടെ ഭവനത്തിനകത്ത് കർത്താവ് ജീവിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കർത്താവ് ജീവിക്കണം. ഉയർത്ത കർത്താവിനെ സ്വീകരിപ്പാൻ നമ്മൾ ഒരുക്കമാണെങ്കിൽ, നമ്മുടെ അകത്ത് കർത്താവ് ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ നിശ്ചയമായി അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. കർത്താവിനെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നത് ഒരു പദവിയാണ്. നമ്മുടെ ഭയം മാറിപ്പോകും. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഉലകത്ത് ഒന്നിനെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എപ്പോഴാ ഭയം വരുന്നത്? നമ്മുടെ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടുമ്പോഴാണ്. എനിക്കിത് കഴിയില്ല, അല്ലെ എന്റെ തലമുറയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, സാമ്പത്തിക മേഖല എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ? ഇല്ല, യേശു അപ്പനെ ആ ഭാഗത്തേക്കൊന്ന് കടത്തിവിടാൻ കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ് മേഖലകൾ കർത്താവിനൊന്ന് കടത്തിവിടാൻ കഴിഞ്ഞാൽ, നമ്മുടെ കൈത്തൊഴിലുകളിലേക്ക് കർത്താവിനൊന്ന് കടത്തിവിടാൻ കഴിഞ്ഞാൽ, നമ്മുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിലേക്ക് കർത്താവിനെ ഒന്ന് കടത്തിവിടാൻ കഴിഞ്ഞാൽ, നമ്മുടെ സാമ്പത്തിക മേഖലകളിലേക്ക് കർത്താവിനെ ഒന്ന് കടത്തിവിടാൻ കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കർത്താവിനെ ഒന്ന് കടത്തിവിടാൻ കഴിഞ്ഞാൽ നിശ്ചയമായി വിടുവിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഗൾഫിൽ ഒരു മകനെ അവമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ എന്താ ജോലി? ഒരു കമ്പനിയിലാണ് ജോലി. ഞാൻ ചോദിച്ചു, പുറത്തു പോയി ജോലി ചെയ്യാൻ കഴിയില്ലേ? പുറത്തു പോയി ജോലി ചെയ്യാൻ കഴിയും, പക്ഷെ അവരെ പരിധി വിട്ടാൽ ഉടൻ കമ്പനിയിൽ വിളി വരും. എന്താ? എന്റെ മൊബൈൽ ഫോൺ എവിടെയാണെന്ന് കമ്പനി ഇരിക്കുന്നവർക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ പുറത്ത് പണിക്ക് പോകും, പക്ഷെ കമ്പനിയോട് പറഞ്ഞിട്ടേ പോകുള്ളൂ.
പറയാതെ പോയാൽ ചിലപ്പോൾ ജോലി പോകും. അപ്പൊ ആ താൻ ഉപയോഗിക്കുന്ന മൊബൈലുമായി ബന്ധപ്പെട്ട് ആ മൊബൈലുമായി എവിടെ പോയാലും ആ ലൊക്കേഷൻ ആർക്കറിയാം? ഓഫീസിൽ അറിയാൻ പറ്റുമെങ്കിൽ അകത്ത് നിത്യജീവന്റെ വിത്തുള്ള രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്ന ഒരു ദൈവവേദന എവിടെ പോയാലും സ്വർഗത്തിന് അറിയാം. ആ സ്വർഗത്തിലെ കൺട്രോൾ നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ഇടയായി തീരും. ആ സ്വർഗീയ കൺട്രോൾ നമ്മുടെ മേൽ ഉള്ളിടത്തോളം നമ്മൾ ലോകത്തിൽ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. 91 സങ്കീർത്തനക്കാരൻ പറയുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ മറവിലാണ് നീ വസിക്കുന്നുവെങ്കിൽ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിൽ സംഹാരത്തെ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല. നിന്റെ കൂടെ പോകുന്നവർ വീണേക്കാം, നിന്നെ വീഴ്ത്താൻ ശത്രുവിന് കഴിയില്ല. നിന്റെ ആശ്രയം ദൈവത്തിലാണ്, ഉയരങ്ങളിലാണ് നിന്റെ ആശ്രയമെങ്കിൽ ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്ന ഓർമ്മ നമ്മെ ബലപ്പെടുത്തുന്നത്. തളർത്തി കളയുവാൻ നിരാശപ്പെടുത്തുവാൻ പലവിധമാകുന്ന പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി വരും. അവിടെയൊക്കെ നമുക്ക് ജയാളിയായി നിൽക്കാൻ കഴിയണമോ? എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു പറയാൻ കഴിയും. എന്നെ വീണ്ടെടുത്ത, എന്റെ പാപത്തിൽ നിന്ന്, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത കർത്താവ് ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ കർത്താവ് എന്നെ അവസാനം വരെ നടത്താൻ ശക്തനാണ്. നമ്മുടെ കർത്താവ് വഴിയിൽ വിട്ടിട്ട് പോകുന്നവനല്ല. 40-ാം സംഘം ദാവീദ് പറയുന്നു, അവൻ കുഴഞ്ഞ ചേറ്റിലും ആഴമുള്ള കുഴിയുമായിരുന്ന എന്നെ കർത്താവ് വലിച്ചു കയറ്റി ഒരു പാറമേൽ ഉറപ്പിച്ചു. പിന്നെ ഇന്നലകളിലുള്ള നിരാശയുടെ പാട്ടല്ല, എന്റെ വായിൽ പുതിയൊരു പാട്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശു ക്രിസ്തു എന്റെ ജീവിതത്തിൽ ഉയർത്തവനായി കൂടെ ഉണ്ടെങ്കിൽ പഴയ പാട്ടല്ല, നാറ്റമണിച്ച പാട്ടല്ല, ഉയർത്ത ആനന്ദത്തിന്റെ പാട്ട്. രട്ടു അഴിച്ചു മാറ്റി സന്തോഷം ഉടുപ്പിക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകരം വന്നിട്ടുണ്ട്. ഏതൊക്കെയോ ജീവിതങ്ങള് എന്റെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. എന്റെ ജീവിതത്തിൽ ഈ സന്തോഷത്തിന് വകയില്ല എന്ന് പറഞ്ഞ, എന്റെ ജീവിതം ഇതോടെ അവസാനിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ള ഒരു ഉയർത്തിന്റെ അനുഭവം എന്റെ ദൈവം നൽകുകയാണ്. ഏതൊക്കെയോ മേഖലയിൽ ഒതുങ്ങിപ്പോയില്ലേ? ഇല്ല, ഇനി ഒതുങ്ങാൻ ദൈവം അനുവദിക്കയില്ല. ഇന്ന് മുതൽ ഈ വചനത്തെ ആരൊക്കെ ഏറ്റെടുക്കുന്നു അവരെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവം സർവശക്തനാണ്. പാട്ടിന് ശേഷം നമുക്ക് ചേർന്ന് പാടാം. തളരുകയില്ല ഞാൻ, തളരുകയില്ല ഞാൻ, പ്രതികൂലം അനവധി വന്നിടിലും. അന്ത്യം വരെ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. ശബ്ദത്തിലേക്കോ വിട്ടപ്പെട്ട എരിയും ചൂടായെരിഞ്ഞാൽ ശബ്ദത്തിലേക്കോ വിട്ടപ്പെട്ട എന്നോട് കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വീടുവയ്ക്കും.
എൻ വീടുവിക്കും തകരുകയില്ല ഞാൻ പ്രതികൂലമാനവാദി വന്നിടും പ്രലോഭനമാനവാദി വന്നിടും എൻ കാൽകൾ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാലും നടത്തിടും അന്ത്യം വരെ എൻ കാൽകൾ കാത്തിടും എൻ പ്രിയൻ പോറ്റിടും എന്നാലും നടത്തിടും അന്ത്യം വരെ. ഹല്ലേലൂയ. പതറിപ്പോകാതെ നിർത്തുന്ന ഒരു ദൈവത്തിനാണ്. ലോകം പതറിക്കാൻ നോക്കുമ്പോൾ, ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ നമ്മെ തകർത്ത് കളയാൻ വെല്ലുവിളിക്കുമ്പോൾ, അഭിഷേകമുള്ളവരെ ദൈവം പൈതൽ ഉയർത്ത കർത്താവിനെ വഹിച്ചിരിക്കുന്ന ദൈവവേദന ഉറക്കെ പറയണ, ഞാൻ തളർന്നു പോകാൻ ദൈവം അനുവദിക്കയില്ല. ജീവിതത്തിൻ്റെതായ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പലപ്പോഴും കർത്താവ് എങ്ങനെയെന്ന് ചിന്തിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഇന്ന് പല പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, തളർന്നു പോകാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച് കർത്താവ് തന്നെ പ്രവചിച്ചിട്ടുണ്ട്. പിതാവായ ദൈവം പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ദൂതന്മാർ യേശു ഉയർത്തെഴുന്നേറ്റ കാര്യം ഓർപ്പിച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തുറകളിലുള്ളവർ ക്രിസ്തുവിന്റെ ഉയർപ്പിനെ അതെ സാക്ഷിച്ചിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി ദിവസം 3-ാം അധ്യായം അതിന്റെ 15-ാമത് വാക്യം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം 15-ാമത് വാക്യം. അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അതിന് ഞങ്ങൾ സാക്ഷികളാകും. അപ്പൊ ദൈവം കർത്താവിന്റെ ഉയർപ്പിനെ സാക്ഷീകരിച്ച ഒരു വലിയ കൂട്ടമുണ്ട്. അതുകൊണ്ടാണ് എബ്രായലേഖനം പറയുന്നത്, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് മുറുകെ പറ്റുന്ന പാപവും ഭാരവും വിട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുന്ന യേശുവിനെ നോക്കി ഓടുക. നമ്മുടെ ഓട്ടം പകുതി വെടിച്ച് അതെ അസ്തമിച്ചു പോകുന്ന ഓട്ടമല്ല. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യസ്ഥാനത്ത് എത്തും വരെ കർത്താവ് നമ്മെ കൈവിടുന്നവനല്ല, ഉപേക്ഷിക്കുന്നവനല്ല. അതാണ് കർത്താവ് 16-ാം സങ്കീർത്തനം അതിന്റെ 10-ാം വാക്യം കൂടെ വായിക്കുക. 16-ാം സങ്കീർത്തനം 10-ാമത് വാക്യം. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഇവിടെ കർത്താവിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ പിതാവായ ദൈവം ഓർപ്പിക്കുന്നത്, എന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല. ലോകം നമ്മെ ദ്രവിപ്പിക്കാൻ നോക്കുമ്പോ അഭിഷേകമുള്ള ഒരു ദൈവപാതനെ ദ്രവിപ്പിക്കാൻ ഉലകത്തിന്റെ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മുടെ ഏതെങ്കിലും നന്മയെ ശത്രു അവകാശം പറയുന്നുവെങ്കിൽ അതിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം, കർത്താവേ ഇത് ദൈവമക്കളുടെ നന്മയാണ്, ശത്രു അപകരിച്ചു കൊണ്ടുപോകരുത്. നമ്മുടെ അതേ നന്മ ഒന്നും ശത്രുവിന് കൊടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പലതിൻ്റെയും മേൽ ശത്രു അവകാശം പറയുക ഇല്ലേ? യൂദായുടെ ലേഖനം 9-ാം വാക്യം വായിക്കുമ്പോൾ, മോശയുടെ ശവശരീരം കർത്താവിന്റെ ദൂതന്മാർ കൊണ്ടുപോകുമ്പോൾ പിശാച് വഴിച്ചെന്ന് പറയുക, ഈ മോശയുടെ ശരീരം എനിക്ക് അവകാശപ്പെട്ടതാണ്. മരിച്ചിട്ട് പോലും മോശയെ പിശാച് വിടുന്നോ? ഇല്ല. ദൈവം പറഞ്ഞു, പാറയെ വടി കൊണ്ട് തൊടാൻ പറഞ്ഞപ്പോൾ നീ 2 പ്രാവശ്യം പാറയെ അടിച്ചു. എന്റെ ജനത്തിന്റെ മുമ്പിൽ എന്നെ പരിഹസിച്ചു. അതുകൊണ്ട് കലഹജലമെന്ന് ആ സ്ഥലത്തിന് പേരിട്ടു, മെരീബ എന്ന്.
കർത്താവ് പറയാണ്, നീ ആ കനാൻ ദേശത്ത് ചവിട്ടാൻ ഞാൻ അനുവദിക്കുകയില്ല. ഈ കൊടുമുടിയുടെ മുകളിൽ കയറി നിന്ന് ആ കനാൻ ദേശം നീ ഒന്ന് കണ്ടോ? നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ നിന്നെ ഞാൻ അവിടെ ചവിട്ടാൻ അനുവദിക്കില്ല, നീ എന്നോട് മത്സരിച്ചതുകൊണ്ട്. ആ ഭാഗം വായിക്കുമ്പോൾ ഭയത്തോടെ അല്ലാതെ വായിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ എന്തൊക്കെയോ കർത്താവിന് വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുന്നവരെന്ന് പറയുന്നവരാ. മോശയെ പോലെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചത് ഉലകത്തൊരു മനുഷ്യനുമില്ല. 40 വർഷം മോശ അനുഭവിച്ച ത്യാഗം എത്ര വലുതാണ്. പക്ഷേ ആ കനാൻ ദേശത്തിലെ വാഗ്ദത്ത ദേശത്ത് ചവിട്ടാൻ ദൈവം അനുവദിച്ചില്ലെങ്കിൽ നമ്മളൊക്കെ കർത്താവിന്റെ സന്നിധി കാണുമോ? വാഗ്ദത്ത കനാനിലേക്ക് എത്തുവാൻ നമ്മുടെ ഓട്ടം പുതിയ യെരൂശലേമിലേക്കാണ്. കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ കേട്ടു ആ പുതിയ യെരൂശലേമിന്റെ അവസ്ഥയെ കുറിച്ച്. നമ്മുടെ യാത്ര, നമ്മുടെ ലക്ഷ്യം പുതിയ യെരൂശലേം. നമ്മൾ കാണും ലക്ഷ്യം അതാണ്, ആശ അതാണ്, എന്റെ ജീവനാഥനെ ഞാൻ എന്ന്. അങ്ങനെ കർത്താവിനെ കാണുവാനുള്ള ഓട്ടത്തിലാണ് നമ്മൾ. എങ്കിൽ നമുക്ക് ഭാരതം ഒന്ന് മുഴുവൻ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഈ ലോകത്തിൽ നമ്മെ മുറുകെ പറ്റുന്ന മുഴുവൻ വിട്ടുകളയാൻ തയ്യാറാകണം. അതെങ്കിലേ ദൈവരാജ്യത്തിലെത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവസാനമായി പാടുന്നൊരു പാട്ടുണ്ട്, ഭാരങ്ങൾ കൂടുന്നതിന് ഒന്നും വേണ്ട യാത്രയിൽ. ഈ ലോകത്തിലെ യാത്രയിൽ, അവസാന യാത്രയിൽ അന്ന് പാടുന്നതില്ല, ജീവിച്ചിരിക്കുമ്പോൾ പാടണം. എനിക്ക് ആ കർത്താവിന്റെ രാജ്യത്തിലെത്തുവാൻ ഭാരമുള്ളതൊന്നും വേണ്ട. ഭാരമുള്ളത് എന്തെങ്കിലും ഉണ്ട്, നമുക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ, ചില സഭായോഗത്തിന്റെ മധ്യത്തിൽ ആ കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഭാരം ഇല്ലാതെ തോന്നുന്നില്ലേ? 5 കിലോ പോലും ഭാരമില്ലാതെ എന്റെ ശരീരത്തെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ 5 കിലോളം ഭാരം ഇപ്പോഴും ശേഷിക്കുന്ന ആ ഭാരം കൂടെ മാറിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറക്കാൻ പറ്റുള്ളൂ. ഇന്ന് പകൽ നമ്മുടെ കർത്താവ് ഉയർത്തത് കൊണ്ട്, നമ്മുടെ കർത്താവ് അതേ സ്വർഗത്തിലേക്ക് കയറിപ്പോയത് കൊണ്ട് നമ്മെയും കൊണ്ടുപോകുവാൻ ദൈവം വിശ്വസ്തനാണ്. യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ പുറത്ത് അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ഉറപ്പായി പറയുകയാ, ഉയർത്ത കർത്താവിനെ സ്വീകരിച്ച തന്റെ മക്കൾക്ക് പാർക്കുവാൻ കർത്താവ് വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മാത്രം പോലെ അത് ഏറ്റു പറയണം. എത്ര പേരോട് നമുക്ക് ഏറ്റു പറയാൻ കഴിഞ്ഞത് ഇന്നലകളിൽ? എന്റെ കർത്താവ് എനിക്ക് വേണ്ടിയാണ് ഉയർത്തത്, എനിക്ക് എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ടാണ് ക്രൂശിൽ മരിച്ചത്, എനിക്ക് വേണ്ടിയാണ് എന്റെ കർത്താവ് ഉയർത്തതെന്ന് വായു കൊണ്ട് ഏറ്റുപറയാൻ എത്ര പേർ തയ്യാറാകുന്നു? അവർക്കാണ് അതെ രക്ഷ സാധ്യമായി തീരുന്നത്. ദൈവത്തിന്റെ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് പകൽ സംഘം നമ്മൾ കേട്ടു, രട്ടഴിച്ചു മാറ്റി സന്തോഷം ഉടുപ്പിക്കുന്ന ഒരു കർത്താവ്. യേശു കർത്താവിനെ ലോകം ക്രൂശിച്ചു കൊന്നെങ്കിലും ദൈവമോ മരണപാശങ്ങളെ അഴിച്ചു മാറ്റി കർത്താവിനെ ഉയർപ്പിച്ചു. ഇന്ന് പകൽ ശത്രു അരിഞ്ഞു കെട്ടിയ ചില കെട്ടുകളെ എന്റെ ദൈവം അഴിക്കുന്നു. നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ സന്തോഷത്തിനെതിരെ,
നിന്റെ സാമ്പത്തിക മേഖലക്കെതിരെ, നിന്റെ ബിസിനസ്സിനെതിരെ, കുഞ്ഞുങ്ങളുടെ ഭാവിക്കെതിരെ, കുഞ്ഞുങ്ങളുടെ ഉപജീവനമാർഗത്തിനെതിരെ, നിന്റെ ആത്മീക ജീവിതത്തിന്റെ വളർച്ചയ്ക്കെതിരെ ശത്രു എവിടെയൊക്കെ വരിഞ്ഞു കെട്ടിയോ, ക്രിസ്തുവിന് മരണപാശങ്ങളെ അടിച്ച് ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ ഇന്ന് പകൽ ചില കെട്ടുകളെ എന്റെ കർത്താവ് അഴിച്ചു മാറ്റി ചിലരെ ഉയർപ്പിക്കുകയാ, ചിലരെ പുറത്തു കൊണ്ടുവരികയാ. ഇന്നലകളിൽ ലോകം നിന്നെ നോക്കി വിളിച്ചു പറഞ്ഞില്ലേ, നീ ഉയരില്ലെന്നില്ല. ഇന്ന് പകൽ ചിലതിനെ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാ. ശത്രുവിന്റെ ചില കെട്ടുകൾ, ചില അന്യായ ബന്ധനങ്ങൾ അഴിയുക. വിദ്യാഭ്യാസത്തിൽ മുന്നേറുവാൻ കഴിയാതെ, സാമ്പത്തിക മേഖലയിൽ മുന്നേറുവാൻ കഴിയാതെ, ഉപജനമാർഗത്തിന്റെ മേഖലയില് നന്മ അനുഭവിക്കാൻ കഴിയാതെ, ശാരീരികമായി ആരോഗ്യം പ്രാപിക്കാൻ കഴിയാതെ, സൗഖ്യം പ്രാപിക്കാൻ കഴിയാതെ വലിഞ്ഞു കെട്ടിയ ചില കെട്ടുകൾ ഇന്ന് പകൽ യേശു അഴിക്കുക. നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ പിശാച് വലിഞ്ഞു കെട്ടിയതിന്, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ പിശാച് വലിഞ്ഞു കെട്ടിയതിന്, നിന്റെ പ്രാർത്ഥനാനുഭവത്തിനെതിരെ പിശാച് വലിഞ്ഞു കെട്ടിയതിന് ഇന്ന് പകൽ യേശു അഴിക്കുക. അഴിയട്ടെ, അഴിയട്ടെ. ഇനിയും ചില കുടുംബങ്ങളിലുള്ള അത് അഴിഞ്ഞു മാറാറുണ്ട്. ഇന്ന് പകൽ ആരാധിച്ചഴിച്ചോ, ശക്തമായ ദൈവത്തെ ആരാധിച്ചോ. ഈ പകൽക്കാലം ചില കെട്ടുകളുടെ യേശു അഴിക്കുക. പിതാവായ ദൈവം യേശുവിനെ മരണവാസങ്ങൾ അടിച്ച് ഉയർപ്പിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ ഇന്ന് മുതൽ ഒരു ഉയർപ്പിന്റെ ദിവസമാണ്. അഴിഞ്ഞു മാറട്ടെ. ആലയത്തിനെതിരെ കെട്ടികൾ അഴിയട്ടെ, ശുശ്രൂഷകൾക്കെതിരെ കെട്ടികൾ അഴിയട്ടെ. ആവിയാലത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ബിസിനസ്സിനെതിരെ ശത്രു കെട്ടിയ ചില കെട്ടുകളോ, ചില കുട്ടികൾ ഇന്ന് പകൽ പിടിച്ചു മാറുകയോ, ചില വലിഞ്ഞു കെട്ടിയ വരം കൊണ്ട് കെട്ടി മുറുക്കിയതുപോലെ ചില കെട്ടുകൾ ഈ പകൽക്കാലം അഴിച്ചു മാറ്റുകയോ. നഷ്ടങ്ങൾ ലാഭമായി തീരട്ടെ. ഹല്ലേലൂയ. യഹൂദൻ യേശുവിനെ ക്രൂശിച്ച് കൊന്നുവെങ്കിൽ പിതാവായ ദൈവം മരണപാശങ്ങളെ അഴിച്ച് കർത്താവിനെ പുറത്തു കൊണ്ടുവന്നു. നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18 മുതൽ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാനുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധാനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തിയുടെ ആളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടത്. മനുഷ്യന് അളക്കുവാൻ കഴിയാത്ത അത്ര വലുതാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവന് ദൈവം കൊടുക്കുന്ന ദൈവശക്തി. അത് മനുഷ്യന്റെ അളവുകൾ കൊണ്ട് അളക്കുവാൻ സാധ്യമല്ല. അടുത്ത ഭാഗം കൂടെ, അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി. ദൈവത്തിന്റെ സ്തോത്രമാണ്. യേശുവിനെ മരണവാസങ്ങളെ അഴിച്ച് ഉയർപ്പിച്ചത് എങ്ങനെയെന്ന് കർത്താവിന്റെ വചനം പറഞ്ഞു. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ആളവറ്റ ശക്തിയുടെ വലിപ്പം തിരിച്ചറിയുക.
ആ ശക്തി ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ മരിച്ചവരുടെ കർത്താവിനെ ഉയർപ്പിച്ചു. ആരൊക്കെ ഈ ശക്തിയിൽ വിശ്വസിക്കുന്നോ അവർക്കാണ് ഒരു ഉയർപ്പുള്ളത്. ചിലർ പറയാറുണ്ട്, എനിക്ക് ചത്താൽ മതിയെന്ന്. ഏലിയാവ് പറഞ്ഞതുപോലെ ഇല്ല, ഒരു ഉയർപ്പുണ്ട്. ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ടോ, നമ്മുടെ ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതുകൊണ്ട് ഇനി ആരും അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞു പോയത് ഇന്ന് പോലെ ഏറ്റുപറയണം യേശുവിനോട്. കർത്താവിന്റെ അറിയായ്മയുടെ കാലത്താണ് ഞാൻ പറഞ്ഞു പോയത്, ഞാൻ ജീവിച്ചിരും ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ദൈവം നൽകിയിരിക്കുന്ന ആയുസ് നമ്മളായിട്ട് പറഞ്ഞു കുറയ്ക്കണ്ട. ദൈവം തരുന്ന ആയുസ് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടന്ന് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ ആരാധിപ്പാൻ. അതാണ് കർത്താവിന്റെ പ്രവൃത്തി. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന്റെ ശക്തിക്കൊന്നും കുറവ് വന്നിട്ട് റോമാലേഖനം 8-ാം അധ്യായം 11-ാമത് വാക്യം വായിക്കുമ്പോൾ, റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെയും ജീവിപ്പിക്കും. അവിടെ കർത്താവിന്റെ വചനം പറയുമ്പോൾ ഒരു എങ്കിൽ കൊടുത്തിരിക്കും. എങ്കിൽ നമ്മൾ ആ എങ്കിൽ ചിന്തിക്കാറുണ്ടോ? ക്രിസ്തുവിനെ മരിച്ചുവെന്ന് ഉറപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ മാത്രമേ എനിക്ക് ഉയർക്കാൻ കഴിയുള്ളൂ. ഇന്ന് ലോകത്തിന്റെ ആത്മാവാണ് അകത്തിരിക്കുന്നത്, ജഡത്തിന്റെ ആത്മാവാണ് അകത്തിരിക്കുന്നത്, പാപത്തിന്റെ ആത്മാവാണ് അകത്തിരിക്കുന്നത്, പിശാചിന്റെ ആത്മാവാണ് അകത്തിരിക്കുന്നത്. വ്യക്തമായി പറയുന്നു, യേശുവിനെ മരിച്ചുവെന്ന് ഉറപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്കൊരു ഉയർപ്പുള്ളൂ. ഉയർപ്പ് കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചു. നമ്മുടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് ഏത് വേണം തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കാനുള്ളത് നമ്മുടെ ദൗത്യമാണ്. ഇന്ന് പകൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ആത്മാവ് ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആത്മാവാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവാണ് അകത്ത് വസിക്കുന്നു എങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ ഫലം പുറത്തു വരും. കള്ളം പറയുന്ന ഒരുവന്റെ അകത്തുള്ളത് എന്തല്ല, പരിശുദ്ധാത്മാവ് അകത്ത് വസിക്കുമ്പോൾ ഒരാൾ എന്ത് പറയാൻ പറ്റില്ല. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സൗമ്യത, വിശ്വസ്തത, ഇന്ദ്രിയജയം. ഈ 9 ഫലവും എന്നിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും 1, 2 പകരം വേറെ ഏതെങ്കിലും ആണോ പുറത്തു വരുന്നത്? എങ്കിൽ പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് എന്നിൽ വസിക്കുന്നുവെങ്കിൽ മാത്രമേ എനിക്കൊരു ഉയർപ്പുള്ളൂ. അല്ലെങ്കിൽ ഓടിയോണ്ട് അധ്വാനിച്ചുകൊണ്ട് ഒരു കാര്യവും ഇല്ല. ആ കർത്താവിനെ ഉയർപ്പിച്ച ആത്മാവ് എന്റെ ഉള്ളിൽ ഉണ്ടെന്ന് ഉറപ്പുള്ളവർക്കൊന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പുള്ളിടത്തോളം, എനിക്ക് ആ ഉറപ്പുള്ളിടത്തോളം ആരുടെ സർട്ടിഫിക്കറ്റ് കാത്തു നിൽക്കുന്നത്? നമുക്ക് ആ ഉറപ്പുണ്ടെങ്കിൽ ലോകമാമ്മയെ നല്ല വാക്കാരും പറയില്ല. ആ ഒരു ഉറപ്പാണ് നമ്മുടെ ആത്മജീവിതത്തിന്റെ അടിത്തറ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 9 മുതൽ, ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ വിട്ട് സ്വർഗ്ഗ ആരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ദൂതന്മാർ സാക്ഷിക്കുകയാണ്.
ഈ കർത്താവിനെ സ്വർഗത്തിലേക്ക് പോയത് കണ്ടതുപോലെ അവൻ വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. എൻ്റെ അപ്പം വീണ്ടും വരും, എന്നെ ചേർക്കുക. ആ ഒരു ഉറപ്പും പ്രത്യാശ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് നിരാശയ്ക്ക് സ്ഥാനമില്ല. ക്രിസ്തുവിനെ മരിച്ചവൻ ഉറപ്പിച്ചവന്റെ ആത്മാവ്, നിങ്ങൾ അതിന്റെ റോമാലേഖനത്തിലേക്ക് 1 കൊരിന്ത്യർ ലേഖനത്തിൽ വേഗം വരാം. അതിന്റെ 15-ാം അധ്യായം 17-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. അടുത്ത വാക്യം. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചു പോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. മനസ്സിലായോ? നമുക്ക് ഈ ലോകത്തിലെ ഭൗതിക കാര്യത്തിന് മാത്രമാണ് യേശുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും നമ്മൾ അരിഷ്ടന്മാർ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് അതോടൊപ്പം സകലതും തരാവുന്ന ദൈവത്തിന്റെ ഭാഗ്യം. അടുത്ത വാക്യം കൂടെ വായിക്കാം, 20-ാം വാക്യം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ക്രിസ്തു ആദ്യമായി ചിലർക്കൊക്കെ സംശയം വരും. എലീശാ പ്രവാചകന്റെ അസ്ഥികൾ ഒട്ടപ്പോൾ ഉയർത്തില്ലേ? യേശു തന്നെ മരിച്ച 2 പേരെ ഉയർപ്പിച്ചില്ലേ? പക്ഷേ കർത്താവ് അവരെല്ലാവരും പിന്നെ മരിച്ചു, പിന്നെയും മരിച്ചു, പിന്നെ ഉയർത്തിട്ടില്ല. അപ്പൊ ക്രിസ്തു ആദ്യ ഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുതിയിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താന്താന്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളിൽ ഉള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുമ്പോഴും വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഇന്ന് പകൽ ഉയർത്ത കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ നിന്ന് മരണം നീങ്ങിപ്പോകും. വീണ്ടും ജനനം പ്രാപിച്ച ദൈവവൈദ്യന് ഈ ലോകത്തിൽ ഈ ശരീരത്തിന്റെ മരണം മാത്രമേ ഉള്ളൂ. അവൻ ആത്മാവിൽ മരിക്കുന്നില്ല. നിത്യജീവന്റെ വിത്ത് അവന്റെ അകത്ത് വന്നു. അത് ഈ നമ്മുടെ മേൽ പകരപ്പെട്ട ആത്മാവ് അതിനെ ജീവിപ്പിക്കുവാനിടയായി. നമ്മുടെ വിശ്വാസം ക്രിസ്തുവിൽ ആ ആത്മശക്തി വ്യാപരിച്ച അതിന്റെ ആളവറ്റ വലിപ്പം എന്റെ മേൽ വ്യാപരിക്കണമെന്ന് എത്ര പേർക്ക് താല്പര്യം? ഈ മർത്യ ശരീരങ്ങളിലേക്ക് ആ ദൈവത്തിന്റെ അത്യന്ത ശക്തി വ്യാപരിക്കുമ്പോൾ സകല രോഗത്തിന്റെ കെട്ടുകളും അഴിയും, സകല ശാപത്തിന്റെ കെട്ടുകളും അഴിയും. ക്രിസ്തുവിന്റെ മേലുള്ള മരണപാശങ്ങളെ അഴിച്ച് ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെ ലോകം കെട്ടിയത്, ശത്രു കെട്ടിയത്, അതെ മനുഷ്യർ കെട്ടിയത്, സകല കെട്ടുകളും അഴിച്ചു മാറ്റി നമ്മെ ഉയർപ്പിപ്പാൻ ദൈവം ശക്തനാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയും? ക്രിസ്തുവിനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നത് കൊണ്ട് എൻ്റെ മർത്യ ശരീരത്തെയും കർത്താവ് ജീവിപ്പിക്കും. ദൈവത്തിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് എല്ലാ കണ്ണുകളും അടയട്ടെ. കുഞ്ഞുങ്ങളെല്ലാം കണ്ണുകൾ അടച്ചോ, പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽക്കാലം വിദ്യാഭ്യാസത്തിന് തടസ്സമായി നിന്ന ചില കെട്ടുകളെ എൻ്റെ കർത്താവ് പൊട്ടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. മനുഷ്യന്റെ ദോഷമുള്ള ചിന്തകൾ, നോട്ടം, അതേ സ്തോത്രം, അതുപോലെ വന്ന പ്രതികൂലങ്ങളെല്ലാം എൻ്റെ കർത്താവ് അഴിച്ചു മാറ്റുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പരിവർത്തനം നമ്മുടെ മേൽ വേണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ
ക്രിസ്തുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ്, അതേ ആത്മാവ് എന്നിൽ അധിവസിക്കുമ്പോൾ എന്റെ മർത്തി ശരീരങ്ങളെ ജീവിപ്പിക്കും. രോഗമുള്ള ഭാഗത്ത് നോക്കി പറ ധൈര്യമായി, ഇല്ല, എന്റെ മേൽ വ്യാപരിച്ച ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ രോഗബന്ധനത്തെ അഴിക്കുവാൻ മതിയായതാണ്. എത്ര പേർക്ക് വിശ്വാസത്തോടെ അതേ നമ്മുടെ ശരീരത്തെ നോക്കി കൽപ്പിക്കാൻ കഴിയോ? ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ച ആത്മാവിന്റെ ആളവറ്റ ശക്തി എന്റെ മേൽ വ്യാപരിക്കുമ്പോൾ ആത്മശക്തിയാൽ എന്റെ രോഗബന്ധനങ്ങൾ കരിഞ്ഞു മാറുവാൻ ഇടയായി തീരോ. സകല രോഗത്തിന്റെ കെട്ടുകൾ കരിഞ്ഞു മാറി. ഓ ഹല്ലേലൂയ. മരണവാശങ്ങളെ അടിച്ച് ഉയർപ്പിച്ച കർത്താവിന്റെ ശക്തി എന്റെ മേൽ, നിങ്ങളുടെ മേലും ഇന്ന് പകൽക്കാലം വെളിപ്പെടുക. ചില രോഗശക്തികൾ ഇന്ന് പകൽ അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില ശാപത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. അതിന്റെ പ്രവൃത്തി ആരംഭിച്ചു, അത് തുടർന്നുകൊണ്ടേയിരിക്കുക. ഈ ഭവനത്തിനകത്ത് കാൽ ചവിട്ടുമ്പോൾ ഭവനത്തിനകത്തുള്ള ചില ശാപത്തിന്റെ കെട്ടുകൾ അഴിയോ. ബിസിനസ് മേഖലകളിലേക്ക് ഈ കടന്നു ചെല്ലുമ്പോൾ ബിസിനസ്സിനെതിരെ ശത്രു കെട്ടിയ ചില ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ വിദ്യാഭ്യാസ മേഖലയില് സ്കൂളിൽ പോകാൻ കഴിയാതെ വന്ന അടിക്കടി രോഗം വരുത്തുന്ന പരീക്ഷാ കാലഘട്ടങ്ങളില് രോഗിയാക്കി തീർക്കാൻ വെല്ലുവിളിക്കുന്ന ചില ശാപത്തിന്റെ കെട്ടുകൾ ഇന്ന് മകൾ എരിഞ്ഞു പകരുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് കാത്തുന്ന തീ പോലെ ഇറങ്ങി വന്നിട്ട് കർത്താവില് അവിടുത്തെ ആമിത ബലത്തില് ശക്തിപ്പെടുക. ഓ, ചിലത് അഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോ, ആദരം തുറന്ന് ദൈവത്തോട് വിളിച്ചു പറ, അപ്പാ, ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. ശത്രു കെട്ടിയ കെട്ടുകളെ അഴിക്കുക. ഇന്നു മുതൽ കർത്താവ് വന്നിട്ടുണ്ടോ? അഗ്നി ചോരക്കത്ത് കണ്ണുകളോടുകൂടിയ എന്റെ കർത്താവ് ഇവിടെ ഉലാവുകയാ. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ദൈവം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ആ കാര്യങ്ങളെ തട്ടി അന്യഭാഷകളിൽ പ്രാർത്ഥിപ്പാൻ കഴിയുന്ന എല്ലാവർക്കും അന്യഭാഷകൾ പ്രാർത്ഥിക്കണം ശക്തിയോടെ.
പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. അനേകരെ വിടുവിച്ചല്ലോ, ചില ഉപജനമാർഗ തടസ്സങ്ങളെ മാറ്റിയല്ലോ, ചില ബിസിനസ്സിനെതിരെ ശത്രു കെട്ടിയ കെട്ടുകളെ അഴിച്ചു മാറ്റിയല്ലോ, തലമുറ നന്മയ്ക്കെതിരെ ശത്രു കെട്ടിയ കെട്ടുകളെ അഴിച്ചു മാറ്റിയല്ലോ, ചില സാമ്പത്തിക മേഖലയിൽ ഒരു വലിയ വിടുതൽ ദൈവം കൽപ്പിച്ചല്ലോ, ചില ശത്രുവിന്റെ കെട്ടുകളെ അഴിച്ച് ദൈവം സ്വതന്ത്രമാക്കിയതിനായി സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. സന്തോഷത്തോടെ സ്വഭവനങ്ങളിൽ പോയി സ്വസ്ഥമായി വസിച്ച് പിന്നെ ഒരുമിച്ച് കൂടി വരുന്നത് വരെ ദൈവ തേജസ്സിന്റെ മറവിൽ മറയ്ക്കണമേ. കർത്താവ് നൽകിയ എല്ലാ നന്മകൾക്കായി സ്തോത്രം, നൽകിയ ദൈവവചനങ്ങൾക്കായി സ്തോത്രം. പാട്ടുകൾ പാടുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ഓർമ്മ വായിപ്പാൻ, പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. വാഹനയാത്രകൾ കൂടെ ഇരിക്കണം. വൈകിട്ടുള്ള കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ, ആ ഭവനത്തിനും ദേശത്തിനും അത് വിടുതലായി ഭവിപ്പാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവെ, ആലുവയില് ആശുപത്രിയിലായിരിക്കുന്ന പൈതന്റെ പേര് എന്റെ ദൈവം വിടുതൽ അയച്ചിരിക്കാൻ സ്തോത്രം. ദൈവവചനത്തിന്റെ ശക്തി, പാഞ്ഞു ചെല്ലുന്ന ദൈവവചനത്തിന്റെ ശക്തി അയച്ചിരിക്കാൻ സ്തോത്രം. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനം നാം ഏവരോടും, നമ്മെ കേൾപ്പിച്ച വചനങ്ങളോടും, നാം പ്രാപിച്ചെടുത്ത വിടുതലുകളോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.